തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവമുണ്ടെന്ന യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ ആവശ്യമായ ഉപകരണങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് 8 മാസം മുൻപേ അറിയാമെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാരിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പറഞ്ഞു. സംഭവത്തിൽ ഡോക്ടറോട് വിശദീകരണം തേടുമെന്നും DMO വ്യക്തമാക്കി. 8 മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ അറിയിച്ചിരുന്നു. ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും ശസ്ത്രക്രിയ മുടങ്ങി. ഇതോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയത്. മന്ത്രിയുടെ PS ഇടപെട്ടതോടെയാണ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് പിൻവലിച്ചതെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 8 മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി. അന്ന് ഞാൻ ഇത്തരം തരം പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ ഒരു ശസ്ത്രക്രിയയല്ല മുടങ്ങിയത്. ഇന്നലെ ഈ യൂറിട്രോസ്കോപ്പി എന്ന് പറയുന്നത് 4 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ 4 ഓപ്പറേഷൻ ചെയ്തില്ല. ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് അങ്ങേയറ്റമായപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത്. ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും സർക്കാരിനെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നുമാണ് DMEയുടെ വാദം. ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ല. പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും DME വ്യക്തമാക്കി. DME തലത്തിലോ സർക്കാർ തലത്തിലോ ഇതിൻ്റെ ഒരു ഇതും വന്നിട്ടില്ല. ഇന്നലെയും ഇവിടെ HOD ഉണ്ടായിരുന്നു. വേറൊരു മീറ്റിങ്ങിന് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ആക്ഷൻ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ബാക്കിയുള്ള HODമാരൊന്നും അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താ ഇങ്ങനെ ഉണ്ടായെന്നുള്ള പരിശോധിക്കേണ്ടി വരും. പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ CPMന്റെ പ്രാദേശിക നേതാവ് ഡോക്ടറെ ഫോണിൽ വിളിച്ചു. മന്ത്രിയുടെ PS-മായി ഇടപെട്ട് പരിഹാരം കാണാമെന്നും പോസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായാലും സാരമില്ല, പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ഡോക്ടർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകളാണ് ഡോക്ടറുടെ പോസ്റ്റിലൂടെ പുറത്തുവന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.